إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما قدر الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ചും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചും തഖ്വ ഉള്ളവരായി ജീവിക്കാൻ ഏറെ പരിശ്രമിക്കണമെന്ന് ആദ്യം സ്വന്തത്തെയും പിന്നെ നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നാം ഏവരെയും എല്ലാ ദുരിതങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മയൊക്കെ അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ചരിത്രത്തിലെ ആദ്യമായി ശിർക്കിനെ ഒരു മതമായി കണ്ട സമൂഹമായിരുന്നു നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം. അവരിൽ ധിക്കാരവും നിഷേധവും ശിർക്കും അതിര് കടന്നപ്പോൾ ആ സമൂഹത്തോട് നൂഹ് നബി അലൈഹി ഇസ്ലാം ചോദിച്ച ഒരു ചോദ്യം വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നൂഹിൽ നമുക്ക് കാണാം. 13-ാമത്തെ ആയത്തിൽ അദ്ദേഹം അവരോട് ചോദിച്ചത് മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ എന്നായിരുന്നു. മാലക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി? ലാ തർജൂന ലില്ലാഹ്, അള്ളാഹുവിന് നിങ്ങൾ ഒരു മഹത്വവും ഒരു ഗാംഭീര്യവും കൽപ്പിക്കുന്നില്ലല്ലോ. ലാ തർജൂന ലില്ലാഹി വഖാറ, എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു വഖാർ, ഒരു മഹത്വവും കൽപ്പിക്കാത്തത്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവെ മനസ്സിലാക്കാത്തത് എന്ന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൂഹ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് ചോദിച്ചതാണ്. കാലങ്ങൾ എത്രയോ കഴിഞ്ഞു.
ഇന്നും ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് എന്നത് ഓരോ സത്യവിശ്വാസിയും ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം തന്നെയാണത്. എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനൊരു വിലയും കൽപ്പിക്കാത്തത്? നമുക്കറിയാം, അധികം മനുഷ്യന്മാരും അവരുടെ കൊച്ചു കൊച്ചു സംഘടനാ നേതാക്കളെ, രാഷ്ട്രീയ പ്രമുഖരെ, ഇഷ്ടപ്പെടുന്ന പണ്ഡിതന്മാരെ, മഹത്വം കൽപ്പിക്കുന്ന വലിയകളെയൊക്കെ എന്ത് വലിയ ആദരവിലും ബഹുമാനത്തിലുമാണ് കാണുന്നത്. പക്ഷെ അള്ളാഹുവിന് ആദരവ് നൽകണ്ട, ബഹുമാനം നൽകേണ്ട ഒന്ന് ഗൗനിക്കുക പോലും ചെയ്യുന്നില്ല എന്നതാണ് ഏറെ സങ്കടകരം. ആരാണ് അള്ളാഹു? ഈ പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളെ, പരമാണു മുതൽ താരസമൂഹങ്ങൾ വരെയുള്ള എല്ലാ വസ്തുക്കളെ സൃഷ്ടിച്ചു. അതിൻ്റെയൊക്കെ സംരക്ഷകൻ, നിയന്താവ്, സർവശക്തൻ, സർവജ്ഞൻ, ഇങ്ങനെയുള്ള അള്ളാഹുവിനെ, ആ ശക്തിയെ, ആ ദൈവത്തെ വിളിക്കാൻ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദമാണ് അള്ളാഹു എന്ന പദം. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹനായവൻ എന്നാണ് അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥം. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് ജനങ്ങളുടെ ബോധം എന്താണ്? ഇന്ന് നാസ്തികരും നിരീശ്വരവാദികളും ബഹുദൈവ വിശ്വാസികളുമൊക്കെ അള്ളാഹുവിന്റെ ഗൗരവം മനസ്സിലാക്കാൻ, അള്ളാഹുവെ തിരിച്ചറിയാൻ, അവന്റെ കഴിവ് മനസ്സിലാക്കാൻ ബോധപൂർവമായ ഒരു ശ്രമവും നടത്തുന്നില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? നാം എന്താ ചെയ്യേണ്ടത്? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് അവന് നന്ദിയുള്ളവരായി ജീവിക്കേണ്ടവരാണ് നാം. എന്നാൽ സംഭവിക്കുന്നത് എന്താ? ആ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചും അനുഭവിച്ചും അള്ളാഹുവെ വെല്ലുവിളിക്കുകയാണ്. ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലെ തുടങ്ങിയതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ അതിനുശേഷം ഭൂമുഖത്ത് വന്ന അതുല്യമായ ഒരു സമൂഹമാണ് ആദ് സമൂഹം. അവരൊക്കെ ചെയ്തത് ഇത് തന്നെയാണ്. ഹൂദ് അലൈഹി ഇസ്ലാമിന് അഭിമുഖീകരിക്കേണ്ടിയിരുന്ന ഒരു സമൂഹമായിരുന്നു അത്. അവരെ സംബന്ധിച്ച് അതുല്യ സമൂഹം, വളരെ ശക്തർ, വലിയ ആകാരമുള്ളവർ. അതുപോലെ ഒരു സമൂഹം വേറെ ഉണ്ടായിട്ടില്ല, സൃഷ്ടിക്കപ്പെട്ടില്ല എന്ന് ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. ശക്തിയിലും വീര്യ പരാക്രമങ്ങളിലും അവരെ വെല്ലാൻ സമൂഹത്തിൽ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ ശക്തിയും അവരുടെ കഴിവും ആകാരവും ഒക്കെ അവർക്ക് അള്ളാഹു കൊടുത്ത വലിയ അനുഗ്രഹങ്ങളായിരുന്നു. എന്നാൽ അവർ ചെയ്തതെന്താ? ആ അനുഗ്രഹങ്ങളെ എടുത്തു കാട്ടിയ, ആ അനുഗ്രഹങ്ങളെ പറഞ്ഞുകൊണ്ടായിരുന്നു അവർ അള്ളാഹുവെ നിഷേധിക്കുകയും അവന് നന്ദി കേട് കാട്ടുകയും ചെയ്തത്. വിശുദ്ധ ഖുർആനിൽ അവർ പറഞ്ഞ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്: മൻ അശദ്ദു മിന്ന ഖുവ്വ. അവർ ചോദിച്ചതെന്താ? ഞങ്ങളെക്കാൾ ഊക്കുള്ളവർ ആരാ, ഞങ്ങളെക്കാൾ കരുത്തേറിയവർ ആരാ എന്ന് അള്ളാഹു നൽകിയ കരുത്തിനെ, ഊക്കിനെ, ശക്തിയെ, ആ അനുഗ്രഹത്തെ എടുത്തു പറഞ്ഞ് അള്ളാഹുവെ നിഷേധിക്കാനും അവരെ വെല്ലുവിളിക്കാനും ആ സമൂഹം മുന്നോട്ട് വരികയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് വളരെ മുമ്പേ ഉള്ളതാണ്. കഴിഞ്ഞ ഖുത്ബയിൽ നാം പറഞ്ഞിരുന്നു, പ്രകൃതി ദുരന്തങ്ങൾ അത് അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളാണ്. അത് അള്ളാഹുവിന്റെ വ്യവസ്ഥയുടെ ഭാഗമാണ്. എന്നെ കരുതി അള്ളാഹു എപ്പോഴും ആകാശത്ത് നിന്ന് ശിക്ഷകൾ, അദാബുകൾ, ദുരിതങ്ങൾ ഭൂമിയിലേക്ക് അയക്കുകയല്ല. മനുഷ്യന്റെ ഇടപെടൽ കൂടി, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൂടി അതിന് നിമിത്തമാകുന്നു എന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. സൂറത്ത് റൂമിലെ 41-ാമത്തെ ആയത്ത് നിങ്ങൾക്കൊക്കെ അറിയാം.
ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. കരയിൽ മാത്രമല്ല കടലിൽ കൂടി ഫിത്നയാണ്, നാശമാണ് എവിടെയും വ്യാപിച്ചിട്ടുണ്ട്. വിഷപ്പുകകളാണ്, ആയുധങ്ങളാണ്, ആകെ മുസീബത്താണ്. ഇതെങ്ങനെയാ സംഭവിച്ചത്? അത് ബിമാ കസബത് അയ്ദിന്നാസ്, മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തമാണ്. ഈ ദുരന്തത്തിന്, ദുരിതത്തിന്, പരീക്ഷണത്തിന്, ഫിത്നക്ക്, അദാബിന്റെ കാരണക്കാർ മനുഷ്യർ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഈ ഭൂമി ഉണ്ടല്ലോ, എത്രയോ കാലങ്ങളായി ഭൂമി, മുമ്പേ ഈ ഭൂമിയിൽ മലയും കുന്നും കാടും മഴയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഭൂമി അള്ളാഹു ഇസ്ലാഹ് നടത്തിയ ഒരു ഭൂമിയാണ്, സംസ്കരണ പ്രവർത്തനം നടത്തിയ ഭൂമിയാണ്, സന്തുലിതാവസ്ഥ നിലനിർത്തിയ എല്ലാ സംവിധാന ആവാസ വ്യവസ്ഥകളും കൃത്യമായി ഏർപ്പെടുത്തിയ ഒരു ഭൂമി. ഇതിലെല്ലാവർക്കും സുഖമാണ്, എല്ലാവർക്കും സന്തോഷമാണ്, സമാധാനമാണ്. പക്ഷെ നിങ്ങൾ വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഈ സംസ്കരണ പ്രവർത്തനം കഴിഞ്ഞിരിക്കെ ഇനിയും ഈ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ആവാസ വ്യവസ്ഥക്ക്, നമ്മുടെ സമാധാന ജീവിതത്തിന് പ്രശ്നങ്ങളുണ്ടാക്കും, പരിക്കുകൾ വരുത്തും. വയനാട്ടിൽ ഉരുൾ ദുരന്തമുണ്ടായപ്പോൾ അനേകം ആളുകൾ മരണക്കയത്തിലേക്ക് കണ്ടുപോയപ്പോൾ ഹൃദയഭേദകമാണ് കാഴ്ചകൾ. ആർക്കും ആരോടും അതിനെപ്പറ്റി ഒന്നും പറയേണ്ടതില്ല, അത്രമാത്രം ദാരുണമാണ്. പക്ഷെ വിവരമറിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അദ്ദേഹം പറഞ്ഞു, ഇതൊരു മാൻ മെയ്ഡ് ഡിസാസ്റ്ററാണ്, ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണ്. പശ്ചിമഘട്ടങ്ങളിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ കുറിച്ച് പഠനം നടത്തിയ വിദഗ്ധനായ അദ്ദേഹം ഈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പ്രദേശങ്ങൾ അദ്ദേഹം വായിച്ചറിഞ്ഞപ്പോൾ ചൂരൽമലയും പുഞ്ചിരിമുക്കും അതുപോലെ മുണ്ടക്കയും ഈ പ്രദേശങ്ങളൊക്കെ അന്ന് അദ്ദേഹത്തിന്റെ പഠനത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തിയ പ്രദേശങ്ങളാണ്. നോ ഡെവലപ്മെന്റ് സോൺ. ഇവിടെ ഒരു നിലക്കുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. അത് പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കും. വലാ തുഫ്സിദു ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പത്തിന് നിങ്ങൾ മുതിരരുത്. എന്താ സംഭവിച്ചത്? ധനക്കൊതി മൂത്ത കോർപ്പറേറ്റുകൾ, സാമ്പത്തിക ഭീമന്മാർ ഇക്കോ ടൂറിസത്തിന്റെ മറവിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ മുന്നോട്ട് വന്നു. എത്ര റിസോർട്ടുകൾ, കൃത്രിമമായിട്ടുള്ള എത്ര തടാകങ്ങൾ, വൻകിട ബിൽഡിങ്ങുകൾ, വെള്ളച്ചാട്ടങ്ങൾ. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെയും ദുർബലമായിട്ടുള്ള പരിസ്ഥിതിക്ക് ലഭിച്ച പരിക്ക് തന്നെയാണ്. ശക്തമായ മഴവിന് പെയ്തപ്പോ മണ്ണിടിച്ചിലിനും വലിയ ദുരന്തത്തിനും കാരണം എന്ന് അദ്ദേഹം കൃത്യമായി അടയാളപ്പെടുത്തുന്നു. ഭൗതികമായ കാരണം മാത്രമാണ് ഉള്ളത് എന്ന് നമ്മൾ പറയുന്നില്ല. ഇതൊക്കെ ഒരു സത്യമാണ്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇന്ന് ഈ ദുരന്തമുണ്ടാകുമ്പോൾ ഇവിടെ പല ആളുകളും അള്ളാഹുവെ ചീത്ത പറയുക, അള്ളാഹുവെ വെല്ലുവിളിക്കുക, അള്ളാഹു നൽകിയ വായു ശ്വസിച്ച്, അവന്റെ വെള്ളം കുടിച്ച്, അവന്റെ ഭക്ഷണം കഴിച്ച്, അവൻ നൽകിയ ആരോഗ്യത്തിൽ നിവർന്നു നിന്ന് ചോദിക്കുക, ദൈവം എവിടെ? അവൻ എന്ത് റഹ്മാൻ, എന്ത് റഹീം? നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ ദൈവമില്ല എന്ന് ചോദിക്കുന്ന ജനവിഭാഗത്തിന് മിണ്ടാപ്രാണിയായ നായയുടെ നന്ദി പോലുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
നമുക്കറിയാം ദുരന്തമുഖത്തെ നായ്ക്കളുടെ സ്വാധീനം, അവരുടെ ഇടപെടലുകൾ, അവരുടെ രീതികൾ. സമാനമായ ദുരന്തങ്ങൾ ശിരൂരിൽ നമ്മൾ കണ്ട അർജുന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കട നടത്തിയ ആ കുടുംബം ഒഴുകിപ്പോയപ്പോൾ അവിടെ ചുറ്റി നടന്ന ഒരു നായയെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. വലിയ സ്നേഹമുള്ള, കാരുണ്യമുള്ള, നന്ദിയുള്ള ഒരു ജീവി ആ നായ. വയനാട്ടിലെ ദുരന്തത്തിൽ അന്നം നൽകുന്ന, തീറ്റ കൊടുക്കുന്ന യജമാനത്തിയെ കാണാതെ വന്ന് ദുഃഖത്തിലായ നായ യജമാനത്തിയെ തിരിച്ചു കിട്ടിയപ്പോ ആ നായ കാട്ടിയ സ്നേഹപ്രകടനവും നന്ദിയും നമ്മയൊക്കെ കരയിപ്പിച്ചിട്ടുണ്ട്. വലിയ നന്ദിയുള്ളൊരു ജീവിയാണത്. നിങ്ങൾ നോക്കൂ, നമ്മളിന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത് വന്നവരല്ലേ? പ്രിയപ്പെട്ടവരായ ഒരു സമൂഹം 300-ലേറെ വർഷക്കാലം ഒരു ഗുഹയിൽ താമസിച്ചപ്പോ അവർക്ക് സംരക്ഷണം ഒരുക്കി ഗുഹാമുഖത്ത് 300-ലേറെ വർഷക്കാലം നിലയുറപ്പിച്ചൊരു നായയെ കുറിച്ച് അല്ലാഹു സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്. ഈ മിണ്ടാപ്രാണിയിൽ നിന്നെങ്കിലും അള്ളാഹുവെ ചീത്ത പറയുന്നവർ നന്ദിയുടെ പാഠം പഠിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത്. ആദിയാത്ത് എന്നൊരു സൂറത്ത് നിങ്ങൾ കേട്ടിരിക്കും. സൂറത്തു അൽ ആദിയാത്ത്. എന്താ അതിന്റെ അർത്ഥം? എന്താണ് ആദിയാത്തിന്റെ അർത്ഥം? കിതച്ചു പായുന്ന കുതിരകൾ എന്ന അർത്ഥം. അള്ളാഹുവിന്റെ ഒരു കാര്യം പറയാൻ ആ കുതിരകളെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്യുന്നു. വൽ ആദിയാത്തി ലബ്ഹ. കിതച്ചു പായുന്ന കുതിരകൾ തന്നെയാ സത്യം. ഫൽ മൂരിയാത്തി ഖദ്ഹ. ഓടുമ്പോ കുളമ്പുകൾക്കടിയിൽ നിന്ന് തീ പറത്തുന്ന കുതിരകൾ. ഫൽ മുഗീറാത്തി സുബ്ഹ. എന്നിട്ട് അവ ഓടി പുലർവേളകളിൽ പ്രഭാതത്തിൽ കടന്നാക്രമണം നടത്തുന്നു. എന്നിട്ട് അവിടെ പൊടി പടർത്തുന്നു. ആര്? കുതിരകൾ. എന്നിട്ട് അങ്ങനെ പൊടി പടർത്തിയ സാഹചര്യത്തിൽ ശത്രുമധ്യത്തിലേക്ക് തുളച്ചു കയറുന്ന കുതിരകളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അല്ലാഹു അവയുടെ പേരിൽ സത്യം ചെയ്തിട്ട് അല്ലാഹു പറയുന്ന കാര്യം, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. ഇതാ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും മനുഷ്യൻ, ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ലിറബ്ബിഹി, തന്റെ റബ്ബിനോട്, ലകനൂത്, നന്ദി കെട്ടവൻ തന്നെയല്ല. അതിനാ കുതിരകളെ കുറിച്ച് പറഞ്ഞത് ഈ കാര്യം പറയാ. എന്താ കുതിരക്ക് വേണ്ടത്? വിശക്കുമ്പോൾ അല്പം തീറ്റ, ദാഹിക്കുമ്പോൾ ഒരിറ്റു വെള്ളം. ഈ തീറ്റയും വെള്ളവും കൊടുത്ത യജമാനന് വേണ്ടി കിതച്ചു പാഞ്ഞ് തീ പറത്തി പ്രഭാതത്തിൽ കടന്നാക്രമണം നടത്തി പൊട്ടിപ്പടർത്തി ഏറ്റുമുട്ടുന്ന കുതിരകൾ. എന്താണ് അവയുടെ നന്ദി? എന്താ മനുഷ്യ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ജീവിതവും സുഖവും സന്തോഷവും ആർഭാടവും എല്ലാം നിനക്കുണ്ടായിട്ടും നീ നന്ദി കെട്ടവനായി പോകുന്നത്? അള്ളാഹുവിന്റെ ചോദ്യമാണ് അല്ലേ? നിനക്ക് വേണ്ടതെന്താ? സമ്പത്ത്, പ്രതാപം അല്ലേ? നന്ദി കെട്ട. അതുകൊണ്ട് അള്ളാഹ് പറയുന്നത്, നിങ്ങൾ അള്ളാഹുവെ മനസ്സിലാക്കിയിട്ടില്ല. ആരൊക്കെ മനസ്സിലാക്കിയിട്ടില്ല? അള്ളാഹുവെ ചീത്ത പറയുന്നവർ, അള്ളാഹു ഇല്ല എന്ന് പറയുന്നവർ, അള്ളാഹു ഉറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നവർ, അള്ളാഹുവെ വിട്ട് ആപൽഘട്ടങ്ങളിൽ ജിന്നുകളെ, പ്രവാചകന്മാരെ, വലിയുകളെ, ഔലിയക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, ലോകത്തിന്റെ നിയന്ത്രണം ഏതോ ഷേഖിന്റെ കയ്യിലാണ് എന്ന് പറയുന്നവർ, ഇവർ ഒന്നും തന്നെ മനസ്സിലാക്കിയിട്ടില്ല. ആരെ? അള്ളാഹുവെ. തുടക്കത്തിൽ ഞാൻ ഓതി വെച്ചത് സൂറത്തു സുമറിലെ 67-ാമത്തെ ആയത്താണ്. അള്ളാഹ് പറയാണ്, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി. അള്ളാഹു അറിയേണ്ട വിധം, ഗൗനിക്കേണ്ട വിധം അവർ ഗൗനിച്ചിട്ടില്ല. ആരാ അല്ലാഹ്? അവന്റെ ശക്തി എന്താണ്? വൽ അർളു ജമീഅൻ ഖബലത്തുഹു യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ ഭൂലോകം ഒന്നടങ്കം അവന്റെ കൈപ്പിടിയിലായിരിക്കും. റബ്ബിന്റെ വസ്സമാവാതു മത്വിയാത്തും ബിയമീനിഹി. ആകാശലോകം ഒന്നടങ്കം അവന്റെ വലത് കൈയിൽ ചുരുട്ടപ്പെട്ടിരിക്കും. അള്ളാഹ് വലത്തെ കൈയുണ്ടോ ഇടത്തെ കൈയുണ്ടോ? ആലങ്കാരികമായ പ്രയോഗങ്ങളാണ്, അള്ളാഹുവിന്റെ കഴിവിനെ ബോധ്യപ്പെടുത്തുന്ന പ്രയോഗങ്ങൾ.
സുബ്ഹാനഹു, അവൻ പരിശുദ്ധനാണ്. വതആല, അത്യുന്നതനാണ്. അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വെള്ളിയാഴ്ച മിമ്പറിൽ കയറി ഈ ആയത്ത് പാരായണം ചെയ്തു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അല്ലാഹു ഖിയാമത്തിൽ ഒരു കൊച്ചുകുട്ടി തന്റെ പന്ത് കയ്യിൽ മുഷ്ടിയിൽ ചുരുട്ടി പിടിക്കുന്നത് പോലെ അല്ലാഹു ആകാശ ഭൂമികളെ ചുരുട്ടി പിടിക്കും. എന്നിട്ട് ചോദിക്കും, എന്നിട്ട് പറയും, അനൽ മലിക്, ഞാനാണ് രാജാധിരാജൻ, ഒരേ ഒരു അല്ലാഹ്, ദൈവൻ, സർവശക്തൻ. ഐന മുലൂക്കുൽ അർദ്, എവിടെ ഭൂമിയിലെ രാജാക്കന്മാർ? ഐനൽ ജബ്ബാറൂൻ, എവിടെ സ്വച്ഛാധിപതികൾ? ഐനൽ മുതകബ്ബിറൂൻ, എവിടെ അഹങ്കാരികൾ? സ്വഹാബത്ത് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ മഹത്വത്തെ, ശക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കുകളിലൂടെ അടയാളപ്പെടുത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വിറച്ചു നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പറും ഒന്നിച്ച് താഴെ വീണ് പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. മാഷാ, ഈ റബ്ബിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവന്റെ അനുഗ്രഹങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് നന്ദിയുള്ളവരായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവേ, ഏറെ ഭയപ്പെടുക, സൂക്ഷിക്കുക. അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കുക. അങ്ങനെ മുത്തഖീങ്ങളായി ജീവിക്കാൻ പരിശ്രമിക്കണം. ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത നിമിഷം എന്താ സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ കേട്ട ഒന്ന്, വയനാട്ടിൽ ചില ഇടങ്ങളിലൊക്കെ ഭൂമി കുലുങ്ങുന്നു എന്നാണ്, ചില ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നാണ്. നമുക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഏത് ഘട്ടത്തിലും നമുക്ക് വേണ്ടത് ക്ഷമയാണ്. പരീക്ഷണങ്ങളൊക്കെ അള്ളാഹുവിന്റെ ഖദറാണ്, അവന്റെ ഖളാ ആണ്. അത് ലൗഹുൽ മഹ്ഫൂദിൽ നേരത്തെ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ അറിയണം. സമചിത്തത നഷ്ടപ്പെട്ടു പോകരുത്. ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈമാനിന്റെയും ക്ഷമയുടെയും അടയാളം. അതിനെ നമുക്ക് സാധിക്കണം. എന്ത് കേൾക്കുമ്പോഴും ആ സന്ദർഭത്തിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്, നാം അല്ലാഹുവിൻ്റെത്. നമുക്കെന്ത് ശക്തി? നാം അല്ലാഹുവിൻ്റെത്. അവനിലേക്ക് പോകേണ്ടവരാണ്. ഇത് പറയണം. ദുആഉൽ കർബ് എന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമുക്ക് സങ്കടമുണ്ടാകുമ്പോൾ, വിഷമമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടെന്ന പ്രാർത്ഥന. ആ സന്ദർഭത്തിൽ പോലും നമ്മുടെ സങ്കടത്തെയല്ല നമ്മൾ പറയുന്നത്, അല്ലാഹുവിന്റെ ഖളായിൽ നമുക്കുള്ള വിശ്വാസത്തെ സംബന്ധിച്ചാണ് നാം പറയുന്നത്. പടച്ചോനെ, ഞങ്ങളുടെ മൂർധാവ് നിന്റെ കയ്യിലാണ്, ഞങ്ങളിൽ സംഭവിക്കുന്നത് നിന്റെ തീരുമാനങ്ങളാണ്. അതൊക്കെ നീതിയുക്തമാണ്. നിന്റെ വാക്കുകളിൽ സത്യമേ ഉള്ളൂ. നീ ഒരു ദുൽമും ഞങ്ങൾക്ക് ചെയ്യില്ല എന്ന വിശ്വാസമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കുക. ദുരിതബാധിതർക്ക് വേണ്ടി, പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി, പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി, സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്നവർക്ക് വേണ്ടി, സമാധാനം നഷ്ടപ്പെട്ടു പോയ പാപങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനുള്ള ആ ഒരു സംഭാവന എന്നും ബക്കറ്റിലല്ല, നേരിട്ട് ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവരൊക്കെ അതിൽ പങ്കുചേരണം എന്ന് കൂടി ഉണർത്തുകയാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മാപ്പും മർഹമത്തും നൽകണമേ റഹ്മാനെ. വലിയ പരീക്ഷണങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാൻ. താങ്ങാനാവാത്ത പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ നീ നൽകി ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ലേ റഹ്മാനെ.
താങ്ങാവുന്നതിനപ്പുറത്തുള്ള ഒന്നും നൽകി ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ലേ റഹ്മാൻ. ഞങ്ങളിൽ പലരും രോഗികളാണ്, പലരും പലവിധ രോഗങ്ങൾ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട്, അപകടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു. എല്ലാവർക്കും ശിഫായും ജീവിതത്തിലേക്ക് തിരിച്ചു വരവ് നീ നൽകണമേ റഹ്മാൻ. പലരും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പലരും ക്യാൻസർ രോഗികളാണ്, അതുപോലെ വലിയ രോഗങ്ങൾക്ക് വിധേയരാണ്. എല്ലാവർക്കും നീ ശിഫ നൽകണമേ റഹ്മാനെ. കഴിഞ്ഞ ദിവസങ്ങളിൽ അപകടങ്ങളിൽപ്പെട്ട ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾ എല്ലാവർക്കും നീ ശിഫ ആഫിയത്ത് നൽകണമേ റഹ്മാൻ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉറ്റവർ, ബന്ധുക്കൾ, ഞങ്ങളുടെ ഒപ്പം ഞങ്ങളോടൊപ്പം ഇവിടെ ജുമായിൽ പങ്കെടുത്ത എത്രയോ ആളുകൾ, ഞങ്ങൾക്ക് നേതൃത്വം നൽകിയവർ, അവരുടെ എല്ലാം ആഖിറം നീ വെളിച്ചമാക്കി മഗ്ഫിറത്ത് നൽകി പരലോകത്ത് വലിയ വലിയ സന്തോഷം നീ നൽകണമേ റഹ്മാനെ. ഗസയിലെ മക്കൾക്ക് നീ സമാധാനവും സുരക്ഷിതത്വവും നൽകണമേ റഹ്മാൻ. സമാധാനം നൽകണമേ റഹ്മാനെ. ലോകത്തെവിടെയുമുള്ള മുഅ്മിനീങ്ങളെ നീ സഹായിക്കണമേ തമ്പുരാൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين. اللهم اجرنا من النار. اللهم اصلح حالنا وحال اخواننا في فلسطين. اللهم انصرهم يا الله. اللهم انصرهم يا ارحم الراحمين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وآله وصحبه وسلم.